നമസ്കാരം. ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന വേളയിൽ അബദ്ധത്തിൽ കടന്നതിന് പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ മോചിപ്പിച്ചിരിക്കുകയാണ്. പഞ്ചാബിലെ ഫിറോസ്പൂരിനടുത്തുള്ള അന്താരാഷ്ട്ര അതിർത്തി അബദ്ധത്തിൽ കടന്നതിന് ഏപ്രിൽ 23-ന് 182-ാം ബറ്റാലിയനിലെ BSF കോൺസ്റ്റബിൾ പൂർണം കുമാർ ഷായെയാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത്. ഏപ്രിൽ 23 മുതൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ കസ്റ്റഡിയിലായിരുന്നു BSF കോൺസ്റ്റബിൾ പൂർണം കുമാർ. ആ BSF കോൺസ്റ്റബിളിനെയാണ് ഇന്ന് രാവിലെ ഇന്ത്യൻ അധികാരികൾക്ക് തിരികെ കൈമാറിയത്. അമൃത്സറിലെ അട്ടാരിയിലെ ജോയിന്റ് ചെക്ക് പോസ്റ്റിൽ രാവിലെ 10:30 കൈമാറ്റം നടന്നതെന്നും പാലിക്കേണ്ട എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ടാണ് സമാധാനപരമായി നടന്നതായും BSF പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പശ്ചിമ ബംഗാൾ സ്വദേശിയായ ഷായെ നിലവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. രാത്രി 10:30 കോൺസ്റ്റബിൾ പൂർണം കുമാർ ഷായെ അട്ടാരി വാഗ അതിർത്തിയിൽ വെച്ച് BSF പാകിസ്ഥാനിൽ നിന്നും തിരികെ കൊണ്ടുപോയി. 2025 ഏപ്രിൽ 23-ന് ഏകദേശം 11:45 ഫിറോസാപൂർ സെക്ടറിലെ ഓപ്പറേഷൻ ഡ്യൂട്ടിക്കിടെ കോൺസ്റ്റബിൾ പൂർണം കുമാർ ഷാ അബദ്ധത്തിൽ പാകിസ്ഥാൻ പ്രദേശത്തേക്ക് കടന്നത്. പാക് റേഞ്ചേഴ്സ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. BSF ജവാന്റെ കുടുംബത്തിന് ഇത് വലിയൊരു ആശ്വാസമാണെന്നും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഉറപ്പാക്കിയതിന് സർക്കാരിനോട് നന്ദി പറയുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു. ഇന്ന് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. അദ്ദേഹത്തെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചതിന് കേന്ദ്ര സർക്കാരിനും BSF അധികാരികൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ 2 ആഴ്ച ഉറക്കമില്ലാത്ത രാത്രികളും അനിശ്ചിതത്വവും നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ഷേമത്തെക്കുറിച്ച് ഞങ്ങൾ നിരന്തരം ആശങ്കാകുലരായിരുന്നു. അങ്ങനെയാണ് ഷായുടെ കുടുംബാംഗങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. BSF ജവാൻ ഇന്ത്യയിലേക്ക് മടങ്ങിയതിനു ശേഷം തൃണമൂൽ കോൺഗ്രസ് എക്സിൽ എഴുതി ഒടുവിൽ വീട്ടിലേക്ക് ദിവസങ്ങളോളം നീണ്ട ഉത്കണ്ഠയും അനിശ്ചിതത്വത്തിനു ശേഷം BSF ജവാൻ പൂർണം കുമാർ ഷായെ ഒടുവിൽ നാട്ടിലേക്ക് തിരിച്ചയച്ചു. മമതാ ബാനർജി വ്യക്തിപരമായി പലതവണ ഭാര്യയെ സമീപിച്ചുവെന്നും ആ പരീക്ഷണ സമയത്ത് അദ്ദേഹത്തിന് ആശ്വാസവും പിന്തുണയും നൽകിയുമെന്നുമാണ് പറയുന്നത്. പൂർണ്ണം അനുഭവിച്ച ആഹ്ലാദത്തിൽ നിന്നും പൂർണ്ണമായി സുഖം പ്രാപിക്കട്ടെ എന്നും പ്രിയപ്പെട്ടവരുടെ ആലിംഗനത്തിൽ അദ്ദേഹം സമാധാനം കണ്ടെത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിൽ ഇന്തോ പഞ്ചാബ് അതിർത്തിയിൽ അടുത്തിടെ ഡ്യൂട്ടിയിൽ ചേർന്ന ഹവ് ബുധനാഴ്ച സീറോ ലൈനടുത്തുള്ള വയലുകളിൽ ജോലി ചെയ്യുന്ന അതിർത്തി ഗ്രാമീണരെ സഹായിക്കുന്നതിനിടെ അബദ്ധത്തിൽ അതിർത്തി കടക്കുകയും പാകിസ്ഥാൻ റേഞ്ചേഴ്സ് പിടികൂടുകയുമായിരുന്നു. പശ്ചിമ ബംഗാളിലെ ഹുഗ്ലി നിവാസിയായ ഷാ ഏപ്രിൽ 10 മുതൽ ഇന്തോ പഞ്ചാബ് അതിർത്തിയിൽ ഒരു അഡ്ഹോക് ടീമിനൊപ്പം നിയമിതനായി. യൂണിഫോം ധരിച്ച് ഡ്യൂട്ടിയിലായിരിക്കെയാണ് അബദ്ധത്തിൽ അതിർത്തി കടന്നത്. കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യത്തിലെയും പാകിസ്ഥാൻ റേഞ്ചേഴ്സിലെയും ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിക്കുന്നതിനും ജവാന്റെ മോചനം ഉറപ്പാക്കുന്നതിനുമായി ഒരു ഫ്ലാഗ് മീറ്റിംഗ് ആരംഭിച്ചിരുന്നു. ശ്രദ്ധേയമായി ഏപ്രിൽ 22-ന് പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ തീവ്രവാദികൾ വെടിയുതിർത്ത് 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് 1 ദിവസത്തിന് ശേഷമാണ് ജവാൻ അബദ്ധത്തിൽ അതിർത്തി കടന്നത്. കൂടാതെ ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിർത്തിയിൽ നിന്ന് പിടിച്ച 2 പാകിസ്ഥാൻ റേഞ്ചേഴ്സിനെയും തിരിച്ച് വിട്ടു നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.